നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. പാസ്റ്ററെ വളരെ നാൾക്ക് ശേഷം ഇങ്ങനെ സൂമിൽ കാണുവാൻ ഇടയായി. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ അടുത്ത 50 മിനിറ്റോളം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിന്റെ നാമത്തിൽ അവന്റെ ശക്തിയിൽ ആശ്രയിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് 2-3 വാക്യങ്ങളെ ബേസ് ചെയ്താണ്. എൻ്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് 2 തലത്തിലുള്ള ക്രിസ്തീയ ജീവിതം. അതായത് ഏതൊരു മനുഷ്യനും വിശ്വാസിയാകുമ്പോൾ അവൻ ജീവിച്ചു തുടങ്ങുന്ന ഒരു അടിസ്ഥാന തലം, അതിനുശേഷം അവൻ ക്രിസ്തുവിനെ അനുഭവിക്കുന്ന ഒരു പരിജ്ഞാനത്തിന്റെ തലം. ഇങ്ങനെ 2 എക്സ്പീരിയൻസസ് എല്ലാ മനുഷ്യനും ഉണ്ട്. ഇത് കാണിച്ചു തരുന്ന അനേകം വാക്യങ്ങളുണ്ട് ബൈബിളിൽ. 3 ഭാഗങ്ങളാണ് നമ്മൾ പ്രത്യേകമായിട്ട് എടുക്കുന്നത്. അത് വിശദീകരിക്കുമ്പോഴേക്കും നമുക്ക് ആ സമയമാവും. ഒന്നാമത്തെ ഭാഗം 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായമാണ്. ആ 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമാണ്, ഞാനൊരു നല്ല അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ നല്ല അടിസ്ഥാനം എന്താണ്? നമ്മുടെ പറയുന്നത് ഒറ്റ ഫൗണ്ടേഷനാണ്, ക്രിസ്തു എന്ന അടിസ്ഥാനം എന്നാണ് പറയുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്. ഓക്കെ, 10-ാം വാക്യം അതാണ്, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. അപ്പോൾ 11-ാമത്തെ വാക്യം നോക്കി, യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയില്ല. അപ്പോ ഒരടിസ്ഥാനം, ജ്ഞാനമുള്ളൊരു ശില്പിയായി പൗലോസ് ഒരു അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്. ആ അടിസ്ഥാനം ക്രിസ്തുവാണ്. അത് മാറ്റിയിടാൻ ആരെ കൊണ്ടും കഴിയില്ല. കാരണം ക്രിസ്തു പാറയാണ്, അടിസ്ഥാനമാണ്. ആ അടിസ്ഥാനം മാറ്റാൻ ആരെ കൊണ്ടും കഴിയില്ല. അപ്പൊ നമുക്കൊരു ചോദ്യം ഉണ്ട്, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണോ സഭയുടെ അടിസ്ഥാനം, അതോ ക്രിസ്തുവാണോ എന്ന്? എന്താണ് ശരിക്കും ഫൗണ്ടേഷൻ? ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ അടിസ്ഥാനം ക്രിസ്തു തന്നെയാണ്. കർത്താവ് പറഞ്ഞു, എന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവരെല്ലാം പാറമേൽ വിടുപണിതു മനുഷ്യനോട് സദൃശം. നാം അനുഭവിക്കുന്ന ആത്മീക പാറ ക്രിസ്തുവാണ്. നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ക്രിസ്തുവിലാണ്. ഓരോ വിശ്വാസിയുടെയും ഫൗണ്ടേഷൻ ക്രിസ്തുവിലാണ്. എന്നാൽ ക്രിസ്തുവിലുള്ള ഈ ഫൗണ്ടേഷൻ എങ്ങനെയാണ് ഇടുന്നത്? അത് അപ്പോസ്തലിക ഉപദേശത്താലാണ് ഇടുന്നത്. അപ്പോസ്തോലിക ഉപദേശം, പ്രവാചകന്മാരുടെ ശുശ്രൂഷകൾ, ഇതാണ് സഭയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം അപ്പോസ്തലന്മാർ വളരെ കഷ്ടപ്പെട്ട് ജ്ഞാനമുള്ള ശില്പിയായി വളരെ കഷ്ടപ്പെട്ട് പണിത് എടുക്കുന്നു. സഭകളിലായാലും പ്രസംഗിക്കപ്പെടുന്നത് ഈ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച കാര്യങ്ങളാണ്. അപ്പോസ്തലന്മാർ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ അപ്പോസ്തലന്മാർ വളരെ ജ്ഞാനത്തിൽ, കർത്താവിന്റെ പരിജ്ഞാനത്തിൽ, കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഫൗണ്ടേഷൻ ഇട്ടിരിക്കുന്നത്. ഈ ഫൗണ്ടേഷൻസ് ആണ് എനിക്ക് നിങ്ങളോടും പഠിപ്പിക്കാൻ പറ്റുള്ളൂ. എന്നാൽ അതിനു മുകളിലുള്ള പരിജ്ഞാനം ഓരോ മനുഷ്യർക്കും ജീവിക്കേണ്ടതാണ്. അത് ഓരോ മനുഷ്യരും ജീവിക്കുന്നത് അവർക്ക് ദൈവം കൊടുക്കുന്ന അനുഭവങ്ങളിലൂടെ, ആത്മാവിന്റെ അനുദിന നിയോഗങ്ങളിലൂടെയാണ്. അപ്പോൾ ഫൗണ്ടേഷൻ റിമെയിൻസ് ദ സെയിം, ബട്ട് വി ഗ്രോ ഡിഫറently according to the mercies and gifts of the Lord. ഇതിന് മുകളിൽ എന്താണ് പണിയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ പ്രതിഫലം. അതാണ് ഈ 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ എഴുതുന്നത്. ഫൗണ്ടേഷൻ ക്രിസ്തുവിലാണെങ്കിൽ ഹി ഈസ് സേവ്ഡ്, ബട്ട് അവന്റെ പ്രവൃത്തികൾ നിലനിൽക്കുന്നതല്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകുക. ഈ പ്രവൃത്തികൾ നിലനിൽക്കുന്നതല്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത്, ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നു, അധ്വാനിക്കുന്നു, ജീവിക്കുന്നു, ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളാണോ? അല്ല എങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പോയാലും പ്രതിഫലമൊന്നും ഉണ്ടാവില്ല. ഉദാഹരണത്തിന്, ഞാൻ പ്രാർത്ഥിച്ച് വണ്ടി മേടിച്ചു, വീട് മേടിച്ചു, ജോലി മേടിച്ചു, ഓക്കെ, നല്ല കാര്യമാണ്. പക്ഷെ അതൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിയല്ലാത്തതുകൊണ്ട് അതെല്ലാം പുല്ലുപോലെ തീക്കകത്തോടെ ശോധനയും എല്ലാം കത്തിപ്പോകുന്നത്, പ്രതിഫലമൊന്നുമില്ല. അപ്പൊ വിശ്വാസം ക്രിസ്തുവിലാണ് എങ്കിലും നമ്മൾ എന്തിനു വേണ്ടിയാണ് ആ വിശ്വാസം ഉപയോഗിച്ച് നമ്മൾ എങ്ങോട്ടാണ് വളരുന്നത്? വളരുന്നത് ക്രിസ്തുവിന്റെ തലയോളം അല്ലെങ്കിൽ
ലോകത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് വിശ്വാസത്തെ പ്രയോഗിക്കുന്നതെങ്കിൽ, കൊറോണയിൽ നിന്ന് രക്ഷപ്പെടാനും രോഗം മാറാനും പണം ഇങ്ങനെയൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ വിശ്വാസം പ്രയോഗിക്കുന്നതെങ്കിൽ നല്ല കാര്യമല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതുകൊണ്ട് സ്വർഗത്തിൽ ഒരു പ്രയോജനമില്ല. കാരണം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നും അതുകൊണ്ട് സമ്പാദിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ എന്ത് സമ്പാദിച്ചാലും ന്യായവിധി ദിവസത്തിൽ നിലനിൽക്കില്ല. തീയിലൂടെ കിടക്കുമ്പോൾ നിലനിൽക്കില്ല. തീ എന്ന പോലെ നമ്മുടെ വിശ്വാസത്തെ ശോധന ചെയ്യുമ്പോൾ നമ്മൾ വിശ്വസിച്ച് നേടിയതൊന്നും നിലനിൽക്കുന്നതല്ലെങ്കിൽ നമുക്ക് പ്രയോജനം ഉണ്ടാവില്ല. അതാണ് അവിടെ പറയുന്ന ഭാഗം. അപ്പോൾ അതെന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനു മുമ്പ് പറയുന്നുണ്ട്, നിങ്ങളുടെ ജഡീകന്മാർ എന്ന പോലെയാണ് എനിക്ക് സംസാരിക്കേണ്ടി വരുന്നത്. കാരണം പാല് മാത്രം നിങ്ങൾ കുടിക്കുന്നു. അപ്പൊ ശരിക്കും ഫൗണ്ടേഷൻ വീണ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? ഒരു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് വളരണമായിരുന്നു. അത് ചെയ്തില്ല. അത് ചെയ്യാതെ അവർ വിശ്വാസം കൊണ്ടും ഉപജീവനം മാത്രമേ നോക്കിയുള്ളൂ. ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് എന്താ ബേസിക്കലി വേണ്ടത്? ഒരു കുഞ്ഞിന് എന്താ വേണ്ടത്? ഒരു കുഞ്ഞിന് വേണ്ടത് ആഹാരം, വിശക്കുമ്പോൾ. പിന്നെ വേദന വന്നാൽ അതിന് പരിഹാരം, അമ്മയുടെ അപ്പന്റെ പ്രസൻസ്. അതിൽ കൂടുതലൊന്നും ഈ കുഞ്ഞിന് വലിയ ചിന്തയൊന്നുമില്ല. അതുപോലെ ഈ വിശ്വാസത്തിൽ ജനിച്ച ഫൗണ്ടേഷൻ ഉണ്ട് എന്ന് വിചാരിക്കുന്നവരിൽ പലരിലും അത്രയൊക്കെ ചിന്തയുള്ളൂ. ഇപ്പൊ ശൈശവ പ്രായമാണ്, ഇവിടെ ഒന്നും പണിയപ്പെടുന്നില്ല. പണിതാലും നാളെ നടത്തും, നാളെ കഴിഞ്ഞ് നടത്തും, കഴിഞ്ഞ ആഴ്ച നടത്തി, ഇതേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം നിലനിൽക്കുന്നതല്ല. നമ്മൾ ഇപ്പൊ ഈ ചിലരിങ്ങനെ പ്രാർത്ഥിക്കല്ലേ, കഴിഞ്ഞ ഒരാഴ്ച തൊട്ടക്കാലം അനേകം ആളുകൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ എന്നെ കാത്തുസൂക്ഷിച്ചതിനായിട്ട് സ്തോത്രം എന്ന് പറയത്തില്ലേ? അതുകൊണ്ടും വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം എന്തായാലും നമ്മൾ ഒരു ദിവസം മരിക്കും. ഇപ്പൊ ഇവിടെ ജീവിച്ചിരുന്നത് പോലും നമുക്ക് നിത്യതയിലോട്ട് വലിയ പ്രയോജനമൊന്നും ഉള്ള കാര്യമല്ല. അപ്പോൾ അടിസ്ഥാനം എല്ലാവർക്കും ഒന്നാണെങ്കിലും പലരും പണിയുന്നു, ചിലർ പണിയുന്നില്ല, ചിലർ വളരെ കഷ്ടപ്പെട്ട് വിടുതലെടുത്ത് പ്രാർത്ഥിച്ച് കുറെ പുല്ലുകൊണ്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു, അത് തീയിലൂടെ കഴിയുമ്പോൾ കത്തിപ്പോകുന്നു. ഇതാണ് ഒരു അവസ്ഥ. ഇതേ കാര്യം തന്നെ പൗലോസ് ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ നെഗറ്റീവ് കാര്യം അവിടെ പറയുന്നില്ല, പോസിറ്റീവായിട്ടാണ് പറയുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ അവിടെ നെഗറ്റീവ് കാര്യം പരാമർശിക്കുന്നതേ ഇല്ല, പോസിറ്റീവ് കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അതെങ്ങനെയാണ്? ഇതേ പരിജ്ഞാനത്തിന്റെ തലവും അടിസ്ഥാനവും എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. 4-ാം അധ്യായം എഫേസ്യർ 4 മുതൽ വായിക്കുമ്പോൾ ആദ്യം പറയുന്ന ഫൗണ്ടേഷനെ കുറിച്ചാണ്. എന്താണ് ഫൗണ്ടേഷൻ? നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചതുപോലെ. ദാറ്റ് മീൻസ് വി വർ ഓൾ കോൾഡ് ഇൻ ടു വൺ ഹോപ്പ്. അപ്പോൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരേ പ്രത്യാശയാണ് എന്നുള്ളതാണ്. ഒരേ പ്രത്യാശയാണ് നമുക്കുള്ളത്. അപ്പൊ ഇവിടെ 33 സ്ക്രീൻ ഉണ്ട്. എന്നെ കേൾക്കുന്ന 33 സ്ക്രീനിന് മുമ്പിൽ ഇരിക്കുന്നവർക്കും ഒറ്റ പ്രത്യാശ ദൈവം കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ എല്ലാ ഉദ്ദേശം, ലക്ഷ്യം ഒന്നാണ്. ആണോ? നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്ന ഒരേ വിഷയത്തിന് വേണ്ടിയാണോ? ഒരേ ആഗ്രഹമാണോ നമുക്കുള്ളത്? അല്ലെ? ലോകപരമായിട്ട് നോക്കുമ്പോ അല്ല. പക്ഷെ നമ്മൾ വിളിച്ചേക്കുന്ന ലോകപരമായ കാര്യങ്ങൾക്കല്ല, ഒറ്റ ഹോപ്പിലേക്കാണ്. എന്താ ഹോപ്പ്? പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യാശ എന്ന് പറഞ്ഞാൽ ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചവരായി നാം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഇതിനാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ഉൾഞരക്കം. റോമാലേഖനം 8:23. അതാണ് പ്രത്യാശ. നമുക്ക് എല്ലാവർക്കും ഒരു ഉൾഞരക്കം ഉണ്ടാകും. കോമൺ അത് കേട്ടോ, പരിജ്ഞാനത്തിന്റെ തല അല്ലത്, കോമൺ. അപ്പൊ എല്ലാ വിശ്വാസിക്കും ഉണ്ടാകേണ്ട ഒരു കോമൺ ഞരക്കമാണ് കർത്താവിനെ പോലെ ആകണം, തേജസ്സോടെ പുനരുത്ഥാനം ചെയ്യണം. നിങ്ങൾക്ക് അത് തന്നെയാണോ ഞരക്കം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ? അതോ ഒരു വിടുതലിന് വേണ്ടി കാത്തിരിക്കണം? സാമ്പത്തിക എന്താണ് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ബ്രേക്ക് ത്രൂ. ഒരു ബ്രേക്ക് ത്രൂവിന് വേണ്ടി കാത്തിരിക്കുകയാണോ? അതോ കർത്താവിന്റെ തേജസ്സോടെയുള്ള പുനരാഗമനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണോ? എന്താ നിങ്ങളുടെ കാത്തിരിപ്പ്? എന്താ നിങ്ങളുടെ പ്രത്യാശ? അപ്പോ ഏക പ്രത്യാശയ്ക്ക് ഇപ്പൊ കർത്താവിന്റെ ജനം എന്ന് പറയുന്ന ജനം ആണ്, കർത്താവിന്റെ ആണ്, ആത്മാവ് അവർക്കുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്ത ഫൗണ്ടേഷനാണ് പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് അതിന് വലിയ വെല്ലുവിളികളുണ്ട്. ഇന്നത്തെ ശുശ്രൂഷകളിലൂടെ ഈ പ്രത്യാശ വെല്ലുവിളിക്കപ്പെടുന്നുണ്ട്. കാരണം ഇന്ന് പലപ്പോഴും ലോകത്തിന്റെ മോഹങ്ങളാണ് ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്നത്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, വലിയ സഭകൾ അല്ലെങ്കിൽ ഒത്തിരി ആളുകൾ അംഗീകരിക്കുന്ന
മഹാനായ ദേവദാസൻ എന്നൊക്കെ പറഞ്ഞ് കേൾക്കാൻ പറ്റുന്ന തരത്തിലുള്ള വളർച്ചകൾ, അതൊക്കെ ആത്മീയമാണ് നമ്മുടെ വിചാരം. പക്ഷെ ശരിക്കും അത് ആത്മീയമല്ല. അതുപോലെ ബിസിനസ് ആണെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥ. ഇതൊക്കെ ലോകപരമായിട്ട് നോക്കുമ്പം മോശമല്ല. പക്ഷെ ഇതൊന്നും നിത്യതയിൽ വാല്യൂ ഉള്ള കാര്യങ്ങളല്ല. ഇപ്പോൾ വൺ ഹോപ്പ് എന്ന് പറയുമ്പം വി ആർ കൺഫൈൻഡ് ടു വൺ ഹോപ്പ്. പക്ഷെ ശുശ്രൂഷകളിൽ പലപ്പോഴും നമ്മൾ വഴിതെറ്റിപ്പിക്കപ്പെട്ട് നമ്മൾ ഈ മോഹങ്ങളിൽ ചുറ്റപ്പെടാറുണ്ട്. ഞാൻ 2 ഉദാഹരണങ്ങൾ നിങ്ങളോട് പറയാം. ഇത് പക്ഷേ യൂട്യൂബിലൂടെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടാവും. ഈ എക്സാമ്പിൾസ് മിക്കത് എൻ്റെ തന്നെ അനുഭവങ്ങളാണ്. 2-3 വർഷം മുമ്പ് ഒരു പ്രവാചകൻ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ശുശ്രൂഷയുടെ തലം വ്യത്യാസപ്പെടാൻ പോവാണ്. ഞാൻ ചോദിച്ചു, എങ്ങനെ? ഇപ്പോൾ 200 പേരോട് സംസാരിക്കുന്ന നിങ്ങൾ 2000 പേരോട് സംസാരിക്കാൻ പോവുകയാണ്. ഞാൻ ചോദിച്ചു, അതൊരു പ്രൊമോഷൻ ആണോ ശരിക്കും? കാരണം ഒരു ശമരിയാക്കാരി സ്ത്രീ അടുത്തേക്ക് നടക്കാൻ പോയ ക്രിസ്തു മരുഭൂമിയിൽ ഫിലിപ്പോസ് ഒരു ഷണ്ടന്റെ അടുത്തോട്ട് പോയ അവസ്ഥയൊക്കെ വായിച്ചിട്ടില്ലേ? അപ്പൊ അങ്ങനെ ഒരാളെ അന്വേഷിച്ച് നടക്കാവുന്ന ഒരു ഹൃദയം, ഒറ്റയാൾക്ക് വേണ്ടി അലഞ്ഞു തിരിയാനുള്ള ഒരു ഹൃദയം എനിക്ക് ഉണ്ടാകുന്നതല്ലേ ശരിക്കുള്ള പ്രൊമോഷൻ എന്ന് ഞാൻ പുള്ളിയോട് ചോദിച്ചു. ഇപ്പോൾ 200 പേരുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കാം എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും 2000 പേരെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണോ ഒരാൾ വളരുന്നത്? അത് ഒരാളുണ്ടെങ്കിൽ ഞാൻ പോകാം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണോ ഒരാൾ വളരേണ്ടത് എന്ന് ചോദിച്ചു. ഉടനെ ആ മനുഷ്യൻ എന്നോട് പറയുക, പാസ്റ്ററെ, ഞാൻ പറയുന്നതെല്ലാം നടക്കുന്നുണ്ട്, പക്ഷെ ഇത് ഏത് ആത്മാവിനല്ല എന്ന് ഇപ്പൊ പാസ്റ്റർ പറഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നുന്നു. പുള്ളി പ്രവചനം നിർത്തി, ഇപ്പൊ ജോലി ചെയ്ത് ജീവിക്കുന്നു. ഹി ഹാഡ് എ ഗിഫ്റ്റ്, ബട്ട് ദാറ്റ് വാസ് നോട്ട് ഫ്രം ഗോഡ്. കാരണം മോഹങ്ങൾ, അത് കേട്ട് കഴിയുമ്പോൾ എൻ്റെ ഉള്ളില് ഒരാൾ വിളിച്ചാലും പോകേണ്ട ഞാൻ, എൻ്റെ ഉള്ളിൽ മോഹം ഉണ്ടാവുകയാണ്. എൻ്റെ മിനിസ്ട്രി ഇതല്ല. ഒരാൾ വിളിക്കുന്നിടത്ത് ഞാൻ പോയാൽ ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറുന്നതിന് തടസ്സമായിരിക്കും. കാരണം ആൾക്കാർ വിചാരിക്കും ഇവൻ എവിടെ വിളിച്ചാലും പോകുന്നതിന് വിലയില്ല. അതൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഈ കുവൈറ്റിൽ ഞാൻ ആദ്യമായിട്ട് പോകുമ്പോൾ അവിടെ അവർ കൃത്യ വർത്തമാനപത്രം ചേസ് ജോസഫ് ആദ്യമായി കുവൈറ്റിൽ. അതെന്താ ആദ്യമായി കുവൈറ്റിൽ? അങ്ങനെയാണ് ഇതിന്റെ മാർക്കറ്റിംഗ്. ഇതിനകത്തൊരു മാർക്കറ്റിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ അതിനകത്ത് രക്ഷപ്പെട്ട് ഒരാളെ അന്വേഷിച്ച് നടക്കണം, എങ്കിലേ എനിക്ക് ക്രിസ്തുവിന്റെ പരിജ്ഞാനം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെതിരെയാണ്, ഈ പ്രത്യാശയ്ക്കെതിരെയാണ്, ക്രിസ്തുവിനെ പോലെ ആകാം എന്നുള്ള ഞരക്കത്തിനെതിരെയാണ് ശരിക്കും നമ്മുടെ ഈ ലോകത്ത് ഇന്ന് ശുശ്രൂഷകൾ നടക്കുന്നത്. വേറൊരു പ്രവാചകൻ ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ എന്നോട് പറഞ്ഞു, നിങ്ങൾ എയറോപ്ലെയിനിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത പോലത്തെ ശുശ്രൂഷകൾ നിങ്ങൾക്ക് വരും. ഞാൻ ഈ മുഴുവൻ കഥകൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല, 2-3 നടത്തി അടുത്തിടെ ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ എയറോപ്ലെയിനിൽ നിന്ന് ഇറങ്ങുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അത്യാവശ്യമാണ്. കാരണം എയറോപ്ലെയിനിൽ നിന്ന് ഇറങ്ങാത്ത ശുശ്രൂഷകൾ എനിക്ക് പറ്റത്തില്ല, ഇറങ്ങിയേ പറ്റൂ. പിന്നെ ഞാൻ ഈ വക മോഹങ്ങളൊന്നും വേണ്ട എന്ന് വിചാരിച്ച് കർത്താവ് അയക്കുന്നിടത്ത് പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എന്നെ ഇതൊക്കെ പറഞ്ഞ് മോഹിപ്പിക്കാൻ നിങ്ങളെ ആരാണ് എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്? ഞാൻ ചോദിച്ചു. ഹൂ സെൻഡ് യു ടു മീ? പുള്ളി അത് വളരെ വിഷമമായി പുള്ളി. കാരണം നമ്മളത് ഡിസൈൻ ചെയ്ത് ഏത് സ്പിരിറ്റാണ് എന്നെ മോഹിപ്പിക്കുന്ന? ഈ സ്പിരിറ്റ് ഏതാണ്? ഈ ലോകം നല്ലതാണെന്ന് എന്നോട് പറഞ്ഞിട്ട് പ്രത്യാശയുടെ തീയെ കെടുത്തിക്കളയുന്ന, കർത്താവിന്റെ തേജസ്സിനെ കുറിച്ച് ചിന്തിക്കാൻ എന്നെ അനുവദിക്കാതെ ലോകത്തിന്റെ പ്രഭുവിന്റെ തേജസ്സിനെ കുറിച്ച് എനിക്ക് ഒരു എന്താ പറയുന്നത്, ഒരു ചിന്ത ഉണ്ടാക്കി തരുന്ന, ഒരു ആഗ്രഹം ഉണ്ടാക്കി തരുന്ന ഈ സ്പിരിറ്റ് ഏതാണ്? പിന്നെ അടിസ്ഥാനങ്ങൾ സഭയുടെ ഇളകി കിടക്കുകയാണല്ലേ. വിശ്വാസത്തിന്റെ ഉറപ്പ്, ധൈര്യം, ഞാൻ കർത്താവിന്റെ സ്വന്തമാണ് ബ്രദറെ, എനിക്ക് ഈ ലോകത്തൊന്നും വേണ്ട. അതൊരു വിശ്വാസത്തിന്റെ ധൈര്യമാണ്, ഒരു അഷുറൻസ്. അതിന്റെ അപ്പൻ സ്വർഗത്തിലുണ്ട്, അവൻ എന്നെ നോക്കിയിരിക്കുകയാണ്, അവൻ എന്നെ ചേർക്കാൻ അവന്റെ പുത്രനെ അയക്കുന്നു, അവൻ രണ്ടാമത് വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഇതൊക്കെ വിശ്വാസത്തിന്റെ ഉൾഞരക്കങ്ങളാണ്. ഈ ഉൾഞരക്കം ഇല്ലാത്തവന് വിശ്വാസം ഇല്ല. ശരിക്കും ഇന്ന് സഭയുടെ അടിസ്ഥാനങ്ങൾ ചിതറിക്കിടക്കുകയാണ്. കാരണം ഈ ജ്ഞാനമുള്ള ശില്പികൾ പണിയുന്ന അടിസ്ഥാനമാണ് സഭയിൽ ഉണ്ടാകേണ്ടത്. അത് ക്രിസ്തുവിന്റെ ജ്ഞാനമാണ്, അല്ലാതെ ലോകത്തിന്റെ ജ്ഞാനമല്ല. അപ്പോൾ നിങ്ങൾ എന്ത് മോഹത്താലാണ് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നയിക്കപ്പെടുന്നത്? ഒരു ഓൾ നൈറ്റ് പ്രെയർ, എന്താ നിങ്ങളുടെ പ്രാർത്ഥന വിഷയം? ഈസ് ഇറ്റ് അബൌട്ട് ദ ഗ്ലോറി ഓഫ് ഗോഡ്, സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണത്തെ കുറിച്ചാണോ? ഏറ്റവും വലിയ ഞരക്കം എന്തിനെ കുറിച്ചാണ്?
മക്കളുടെ ഭാവിയാണോ? യു ആർ ഫോളിങ്. നമ്മൾ വീണു പോകുന്നതിന്റെ ഒരു ലക്ഷണമാണിത്. ഏക പ്രത്യാശയാൽ നമ്മൾ ഉറപ്പിക്കപ്പെടണം. സഭകൾ ആ ഒരൊറ്റ പ്രത്യാശയുള്ളവർ. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന മുഴുവൻ എല്ലാവർക്കും ഒരേ പ്രത്യാശ, ഒരേ ആഗ്രഹവും ഒരേ നോട്ടമാണെങ്കിൽ എന്ത് ഭയങ്കര പവർ ആയിരിക്കും സഭയ്ക്കെന്നറിയാം. ശരിക്കും എവേക്കനിങ് എന്ന് പറയുന്നത് അതാ, ഉണർവ്. ഉണർവെന്ന് പറയുന്നത് ഞാൻ ഈ ലോകത്തിന്റെ നശിച്ച ജീവിതത്തിൽ നിന്നും, നശിച്ചു പോകുന്ന താൽക്കാലിക ജീവിതത്തിൽ നിന്നും കണ്ണു തുറന്ന് സ്വർഗത്തിലെ തേജസ്സിനെ കണ്ട് ഈ ലോകത്തിന്റെ സന്തതി അല്ല ഞാനെന്ന് മനസ്സിലാക്കി കർത്താവിന്റെ മക്കളായിട്ട് എഴുന്നേറ്റ് അവന്റെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ആളുകൾ പടപടാന്ന് എഴുന്നേൽക്കുന്നതിനാണ് ഉണർവെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏക പ്രത്യാശ. അപ്പൊ ഫൗണ്ടേഷൻസ് ഇതല്ല. ഈ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷകളെല്ലാം ഫൗണ്ടേഷന് വേണ്ടിയുള്ളത്. എഴുത്തുകളെല്ലാം ശരീരം ഒന്ന്, നമ്മളെല്ലാം ഒരു ശരീരമാണ്. ഇതെല്ലാം ഫൗണ്ടേഷൻസ് ആണ്. ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും നീതിയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഇത്രയും കാര്യങ്ങൾ കോമൺ ആണ്. അത് കർണാടകയിലെ സഭയായാലും കേരളത്തിലെ സഭയായാലും ലോകത്തിൽ എവിടെയായാലും ക്രിസ്ത്യാനി എന്ന് പേർപ്പെട്ട് വിളിക്കപ്പെടുന്ന സകല ആളുകൾക്കും ഇത്രയും ഭാഗങ്ങൾ കോമൺ ആയിരിക്കണം. പ്രത്യാശയുടെ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാം മനസ്സിലാക്കാം. പ്രത്യാശ എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ തേജസ്സിന് വേണ്ടിയുള്ള ഞരക്കമാണെങ്കിൽ വിശ്വാസം എന്താ? പ്രത്യാശയുടെ ഉറപ്പാണ്, ആശിക്കുന്നതിന്റെ ഉറപ്പ്. അഷുറൻസ് ആണ്. ഫെയ്ത്ത് ഈസ് ആൻ അഷുറൻസ് ദാറ്റ് ഐ വിൽ വൺ ഡേ ഷെയർ പാർട്ടേക്ക് ഇൻ ദ ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ്. ഉറപ്പുണ്ടെങ്കിൽ വിശ്വാസമുണ്ട്, ഉറപ്പില്ലെങ്കിൽ വിശ്വാസമില്ല. ഉറപ്പുണ്ടോ? വിശ്വാസമുണ്ട്. ഉറപ്പില്ല, വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേറെ ചില കാര്യങ്ങൾ ഉറപ്പുണ്ടായിരിക്കുമല്ലോ. വിടുവിക്കും ബ്രദറെ, കൊറോണ വരാതെ നമ്മളെ കാക്കും ബ്രദറെ, ഇതൊക്കെ ഭയങ്കര വിശ്വാസം. സ്വർഗത്തിൽ പോകുന്നുള്ള വിശ്വാസം മാത്രം അത് ഒത്തിരി കുറഞ്ഞു പോയി. വേറെ ചില വാഗ്ദത്തങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്, പക്ഷെ ഈ ഒരു വാഗ്ദത്തം മാത്രം ഏറ്റെടുത്തിട്ടില്ല. കാരണം അത് രക്ഷാകരമായ വിശ്വാസത്തിന്റെ കോമൺ ഫെയ്ത്ത്, എല്ലാവർക്കും നൽകപ്പെട്ടിരിക്കുന്ന, എല്ലാ വിശ്വാസികൾക്കും നൽകപ്പെട്ടിരിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ക്രിസ്തീയ വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ ഇതെല്ലാം കൂടെ വീണ് കഴിയുമ്പോൾ നമുക്കറിയാം ഫൗണ്ടേഷനായി. ഇനി അതിന് ശേഷം എന്താണ് പണി? അതാണ് എഫെസ്യ ലേഖനത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തോണം കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൃപ തന്നിരിക്കുന്ന അവന്റെ ദാനം അനുസരിച്ച് വ്യത്യാസമായിട്ടാണ്. എല്ലാവർക്കും ഒരുപോലെ അല്ല കൃപയുടെ വ്യാപാരം. ഇനി 11-ാം വാക്യം നോക്കി. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ ശുശ്രൂഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഇവരൊക്കെ എന്ത് ചെയ്യും സഭയില്? ഇന്ന് ആകെ നോക്കുമ്പോൾ കമ്മിറ്റിക്കാരെ മാത്രമേ കാണാനുള്ളൂ. സെക്രട്ടറി, ട്രഷറർ, ഖജാൻജി, ഈ സഭയ്ക്ക് ഇങ്ങനെയുള്ള ഓഫീസേഴ്സേ ഉള്ളൂ. അപ്പോസ്തലന്മാർ അങ്ങനെ ആരെ നിയമിച്ചിട്ടില്ല. ഇല്ല, അങ്ങനെ ആരെ അപ്പോസ്തലന്മാരെ നിയമിച്ചിരിക്കുന്ന ശുശ്രൂഷകർ. ദൈവം നിയമിച്ചിരിക്കുന്ന ശുശ്രൂഷകരെയാ. ശുശ്രൂഷകർ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ ഇടയിൽ ശുശ്രൂഷകരുണ്ടാകണം, ആത്മാവിൽ ശുശ്രൂഷിക്കുന്നുണ്ടാകണം, പ്രവചനം പറയുന്നവരുണ്ടാകണം, സുവിശേഷ വേല ചെയ്യുന്നവരുണ്ടാകണം, പഠിപ്പിക്കാൻ അറിയാവുന്നവരുണ്ടാകണം. ഇടയൻ എന്തായാലും ഉണ്ട്. ഇടയൻ മാത്രമേ ഇന്ന് ഉള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. ബാക്കിയുള്ള കൃപാവരങ്ങളെല്ലാം ഈ സഭയ്ക്കകത്ത് ഉണ്ടാകണം. അല്ലാതെ പണമുള്ളവരെയും സ്വാധീനമുള്ളവരെയും കുറച്ച് വർത്തമാനം പറയാൻ അറിയാവുന്നവരെയും കഴിവുള്ളവരെയും ഉൾപ്പെടുത്തി ഉണ്ടാക്കുന്ന കമ്മിറ്റികളല്ല. കൃപാവരങ്ങളുള്ള ഡീക്കന്മാരും എൽഡേഴ്സും ആണ് സഭയുടെ കാര്യങ്ങൾ നോക്കേണ്ടത്. അത് കൃപാവരങ്ങളാണ് അതിന്റെ അടിസ്ഥാനം. ഈ കൃപാവരങ്ങളുടെ ശുശ്രൂഷകൾ എന്തിനു വേണ്ടിയാണെന്നാണ് ഡൗട്ട് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് കൃപാവരങ്ങളുടെ ശുശ്രൂഷകൾ സഭയിൽ ഉണ്ടാകേണ്ടത്? ഇന്ന് പെന്റക്കോസ്റ്റൽ ചർച്ചസില് ഒട്ടും ഇല്ലാതെ പോയിരിക്കുന്ന കൃപാവരമാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? കൃപാവരങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ലോകപ്രകാരമുള്ള ഒരു പണിയാണ് ഇന്ന് നോക്കുന്നത്. കൃപാവരങ്ങൾ ഉണ്ടെങ്കിലേ ക്രിസ്തുവിന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു പണി നടക്കുള്ളൂ. ഫൗണ്ടേഷൻ ഉണ്ട്, അടിസ്ഥാനം ഒന്നാണ്, അതുപോലും നമുക്കില്ല അല്ലെ? പക്ഷെ അതുണ്ടായാൽ പോലും അതിന് മുകളിലേക്ക് പണിയാൻ ഓരോ സഭയിലുമുള്ള ശുശ്രൂഷകൾ, ആത്മാവിലുള്ള ശുശ്രൂഷകൾ ഉണ്ടാകണം. നമ്മുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണണം, പ്രവചിക്കണം. കുഞ്ഞുങ്ങൾ
അവരെഴുന്നേറ്റ് നമ്മോട് സംസാരിക്കണം. അതൊന്നൊക്കെ ഒത്തിരി ദൂരെയുള്ള സ്വപ്നങ്ങൾ പോലെ തോന്നില്ല ഞാനിത് പറയുമ്പോൾ. ഒക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് പോലും അതുപോലെ നമ്മൾ അകലെയായിപ്പോയി ഉണർവിനോട്. കാരണം ലൗകികമായ പണിയാണ്, ലോകത്തിന്റെ പണിയാണ് ഈ പലപ്പോഴും അടിസ്ഥാനങ്ങളിന്മേൽ നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയാകുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയാണ് ഇത്രയും ശുശ്രൂഷകളെ ദൈവം വെച്ചിരിക്കുന്നത്? അത് നാം എല്ലാവരും, അതിന്റെ പർപ്പസ് പറയുന്നത് എന്താ ഉദ്ദേശം? അപ്പോൾ ആദ്യത്തെ തലം കഴിഞ്ഞു, ഫൗണ്ടേഷന്റെ തലം കഴിഞ്ഞു. ഇനി ശുശ്രൂഷകളുടെ തലമാണ്. ഈ ശുശ്രൂഷകളുടെ തലം എന്തൊക്കെയാണ് പറയുന്നത്? അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും. അപ്പൊ വിശ്വാസം എല്ലാവർക്കും ഒന്നാണ്, പക്ഷെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഐക്യതയില്ല എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ടു ഹാവ് യൂണിറ്റി ഈസ് അനദർ തിങ്. ഉദാഹരണത്തിന് നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കി, വിശ്വാസം എന്ന് പറയുന്ന കണ്ടന്റ് ഒന്നാണ്. എന്താ വിശ്വാസം? ആശിക്കുന്നതിന്റെ ഉറപ്പ്, പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, നിത്യമായ കാര്യങ്ങളുടെ നിശ്ചയം. ഇതാണ് വിശ്വാസം. അതെല്ലാവർക്കും കോമൺ ആണ്. പക്ഷെ ഹൗ മച്ച് മെഷർ, എത്രമാത്രം വിശ്വാസമുണ്ട്? ഇത് വിശ്വാസം നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്ലൈഡ് ഫെയ്ത്ത്, അതിന്റെ അളവിൽ വ്യത്യാസമുണ്ട്. ഇപ്പം ഒരാൾ വിശ്വാസം എക്സ്പ്രസ് ചെയ്യുന്ന പോലെ, അല്ലെ വിശ്വാസ ജീവിതം നയിക്കുന്നത് പോലെ അത്ര ഇന്റൻസ് ആയിട്ട് വേറൊരാൾ ചെയ്യില്ല. അതിനെല്ലാം വ്യത്യാസമുണ്ട്. അപ്പൊ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ എന്തിനു വേണ്ടിയായി, ഈ ഓഫീസേഴ്സ് എന്തിനു വേണ്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ആ പരിജ്ഞാനത്തിൽ ക്രിസ്തു എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള ആ പരിജ്ഞാനത്തിൽ ഒരുപോലെ ആകാനും വിശ്വാസത്തിന്റെ മെഷറിൽ ഒന്നുപോലെ ആകാനും വേണ്ടിയാണ്. അതായത് ഇവരെല്ലാവരും ക്രിസ്തു ജീവിക്കുന്ന ജീവനിലേക്ക് കടക്കാൻ വേണ്ടിയാണെന്ന് അർത്ഥം. ദ ലൈഫ് ദാറ്റ് ജീസസ് വുഡ് ഹാവ് ലിവ്ഡ്, നമ്മുടെ സ്ഥാനത്ത് ക്രിസ്തു ആയിരുന്നെങ്കിൽ അവൻ എങ്ങനെ ജീവിക്കുമായിരുന്നോ ആ ജീവനിലേക്ക് നമ്മളെ കടത്തിവിടാൻ വേണ്ടിയാണ്, ആ ഒരു വിശ്വാസം നമുക്ക് തരാൻ വേണ്ടിയാണ് ഈ അപ്പോസ്തലിക ശുശ്രൂഷകളെല്ലാം ഉള്ളത്. So the purpose of ministry, whether let it be a pastor or a prophet or an apostle, ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ക്രിസ്തു ജീവിക്കുമായിരുന്ന ജീവനിലേക്ക് നമ്മളെ തള്ളി 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 വിടുക. ലോകത്തിന്റെ ഫൗണ്ടേഷൻസിൽ നിന്ന് ക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിലേക്ക് പണിയപ്പെടുക, ആ അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടുക എന്നുള്ളതാണ് ഉദ്ദേശം. ഓക്കെ, അടുത്ത വാക്യം പറയുന്നത്, അങ്ങനെ നാം ഇനി മുഴുവൻ വായിക്കാം, 12-ാം വാക്യം. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാകും. അപ്പൊ നമ്മുടെ ശുശ്രൂഷകളെല്ലാം എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ക്രിസ്തു എന്ന സഭയുടെ തലയുടെ ശരീരം, സഭയുടെ ആത്മീക വർധനയ്ക്കാണ്. ആ ക്രിസ്തുവിന്റെ അതേ ഭാവത്തിലേക്ക് നമ്മൾ വളരാൻ വേണ്ടിയാണ്, അതേ സ്വഭാവം നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ്. അടുത്ത വാക്യം പറയാണ്, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുടലുന്ന ശിശുക്കളായിരിക്കാതെ. കണ്ടോ? ഇപ്പൊ ശിശുക്കളായിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ നേരത്തെ വായിച്ച എവിടെയാ? 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ. എങ്ങനെ ശിശുക്കളായിരിക്കുന്നത്? ഇനി നമ്മൾ ശിശുക്കളെ കുറിച്ച് ഇനിയും വായിക്കും. ഒരു പാസേജ് കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇതേപോലെ തന്നെയുള്ള. നമ്മൾ മുമ്പോട്ട് പോവുക. കൊരിന്ത്യർ ലേഖനം, എഫേസ്യ ലേഖനം, ഇനി അടുത്ത എബ്രായ ലേഖനം. മുമ്പോട്ട് പോകും തോറും ഈ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇവിടെ പറയുന്ന മനുഷ്യരുടെ ചതി കാരണമാണ് നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് തന്നെ ഇരിക്കുന്നത്. എന്തിനാ മനുഷ്യർ ചതിക്കുന്നതെന്നറിയോ? ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് നമുക്കൊരു എൻജോയ്മെന്റ് ഉണ്ട്, അല്ലേ? 2 വയസ്സും 3 വയസ്സുള്ള കുഞ്ഞുങ്ങളോട് കളിക്കാൻ നല്ല രസമല്ലേ? അല്ലേ? അവന്റെ വർത്തമാനം കേൾക്കാൻ നല്ല രസമാണ്. 2 വയസ്സുള്ള കൊച്ചു ഇങ്ങോട്ട് പാടാന്ന് പറയുമ്പോൾ അവൻ അങ്ങോട്ട് ഓടുന്നു, ചിരിച്ചോണ്ട് അങ്ങോട്ട് ഓടുന്നു, ഭയങ്കര രസമാണ്. എന്നാ ഞാൻ അങ്ങനെ ചിരിച്ചോണ്ട് ഓടിയാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? ഭയങ്കര വിഷമം ദേഷ്യം തോന്നും, അല്ലേ? ഇയാൾക്ക് എന്തോ ഭ്രാന്താണെന്ന് വിചാരിക്കും. പിള്ളേർ ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അതൊരു എൻജോയ്മെന്റ്. അപ്പൊ ഈ പിള്ളേരായിട്ട് അവരെ നിർത്തിയ പ്രയോജനമുണ്ട്. എന്താ? നമുക്കൊരു എൻജോയ്മെന്റാ. പക്ഷെ അവരുടെ അപ്പനും അമ്മയ്ക്കും എന്റെ വിഷമം അറിയാവുന്നു. ഇപ്പൊ 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങളോട് കളിക്കാൻ നല്ല രസമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ വളരാതിരുന്നാൽ ആർക്കായിരിക്കും വിഷമം? അപ്പനും അമ്മയ്ക്കായിരിക്കും വിഷമം. നമ്മളവരെ കളിപ്പിച്ചുകൊണ്ടിരിക്കും, പക്ഷെ അപ്പനും അമ്മയ്ക്ക് തകർന്നു പോകും. അവര് പറയാം, എന്റെ കർത്താവേ, എന്റെ കൊച്ചു വളരുന്നില്ല, ദൈവമേ എന്ത് ചെയ്യും? ലോകത്തുള്ള എല്ലാ ഡോക്ടർമാരുടെ അടുത്തും പോകും. എന്തെങ്കിലും ഒരു ഗതി ഉണ്ടോ നോക്കും, അല്ലെ? സ്വർഗത്തിൽ ഇതേ അവസ്ഥ തന്നെയാണ്.
നമ്മൾ രക്ഷിക്കപ്പെട്ട് കുഞ്ഞായിട്ട് ജനിച്ചപ്പോൾ സ്വർഗത്തിൽ ഭയങ്കര സന്തോഷമായിരുന്നു. ദൂതന്മാരെല്ലാം ഭയങ്കര പാട്ടായിരുന്നു. ചേസ്, ഓ ഒരു കുഞ്ഞുകൂടെ ഉണ്ടായേ എന്ന് പറഞ്ഞു. പക്ഷെ 25 വർഷം കഴിഞ്ഞിട്ട് ആ കുഞ്ഞ് അങ്ങനെ തന്നെ കിടന്ന് കൈകാലിട്ടടിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ മനുഷ്യരുടെ ചതിയാ. വളരുന്നില്ല. വളരാനുള്ള ഒരു പോഷകവും കൊടുക്കാതെ നമ്മൾ ചതിക്കപ്പെട്ട് നമ്മൾ കുഞ്ഞുങ്ങളായിട്ടിരിക്കുക, ശിശുക്കളാ. അപ്പൊ അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങളോട് വരുമ്പോൾ ശിശുക്കളോട് പറയുന്ന പോലെ പാലുമായിട്ട് വരാൻ പറ്റുന്നുള്ളൂ, കട്ടിയാഹാരം പറയാൻ പറ്റുന്നില്ല. കാരണം മനുഷ്യരുടെ ചതിയിൽ പെട്ടുപോയി. ഈ ചതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രവചനങ്ങൾ അല്ലെങ്കിൽ ശുശ്രൂഷകൾ. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ചതിക്കകത്ത് അകപ്പെട്ട ശേഷം ഇന്ന് നമ്മൾ ശുശ്രൂഷിക്കുമ്പം ഈ നല്ല പാസ്റ്റേഴ്സ് പോലും ജനങ്ങൾക്കൊരു ഉത്സാഹമില്ല. ഇപ്പൊ കർത്താവ് വരുന്നെന്നും പറഞ്ഞൊന്നും ആരും ഹല്ലേലൂയ പോലും പറയല. കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും പുറകിൽ നിന്ന് ഹല്ലേലൂയ, അത് വേറെ എന്തോ ഓർത്തോണ്ടാ, അത്രയൊക്കെ ഉള്ളൂ. അത് പാസ്റ്റർമാർക്ക് പറയാം, ശുശ്രൂഷ ഏക്കുന്നില്ല, എറിക്കുന്നില്ല എന്ന് പറയും കുറച്ചുകൂടെ സൗത്ത് കേരളയിട്ട് വന്നു കഴിഞ്ഞാൽ. അപ്പൊ ശുശ്രൂഷ എറിക്കണമെങ്കിൽ, അത് എഫക്റ്റീവ് ആണെങ്കിൽ അവസാനം ഇത് പ്രയോഗിക്കണം. നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന അപ്പോഴേക്കും നമുക്ക് ആ ശരിക്കും ആ കിക്ക് വരുള്ളൂ, ആരാധനയുടെ ഒരു സുഖം വരുള്ളൂ. കാരണം നമ്മൾ ഇരിക്കുന്നത് തന്നെ ഈ വിഷയങ്ങളുടെ വിടുതല. ചതിയാ, ഭയങ്കര ചതിയാ അത്. കാരണം നമ്മുടെ ഫോക്കസ് മുഴുവൻ മാറിപ്പോയി. ഫോക്കസ് മുഴുവൻ ഈ ലോകമായി, ഇവിടുത്തെ വിടുതലുകളായി. വേണ്ടതെന്ന് വെച്ചാൽ വേണം, പക്ഷെ അതല്ല നമ്മളെ വിളിച്ചതിന്റെ ഉദ്ദേശം. നമ്മെ വിളിച്ചതിന്റെ ഉദ്ദേശം ഒരാശ തന്നെ വിളിച്ചത്. നമ്മെ വിളിച്ചപ്പോൾ ആ വിളിച്ച വിളിയാലുള്ള ആശ, ഒരു മോഹം ഉള്ളി തന്നിട്ടാണ് ജനിപ്പിച്ചത് നമ്മളെ. വീണ്ടും ജനിച്ചവരാണെങ്കിൽ ആ മോഹം നിങ്ങളുടെ ഉള്ളിലുണ്ടായി, കർത്താവ് തന്ന ആശ. എഫേസ്യർ 1:4 പറയുന്ന, അവന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തെരഞ്ഞെടുത്തു, ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? വിശുദ്ധരും നിഷ്കളങ്കരും ആകാൻ വേണ്ടി. അപ്പൊ അതാ ദൈവത്തിന്റെ ഉദ്ദേശം. അവന്റെ സന്നിധിയിൽ നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരുമാണ്. പക്ഷെ മനുഷ്യരുടെ ചതിയിൽപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മനുഷ്യരുടെ ചതിയിൽപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഡയറക്ഷൻ മാറും. പ്രവാചകൻ എന്ന് പറയും, 2021 നിനക്കൊരു അനുഗ്രഹത്തിന്റെ വർഷമായിരിക്കും, അഭിഷേകത്തിന്റെ വർഷമായിരിക്കും. അതിന്റെ മധ്യഭാഗത്തോടു കൂടി ദൈവം വലിയൊരു വിടുതൽ വെച്ചിരിക്കുന്ന കേൾക്കുമ്പോഴേക്കും നമുക്ക് പിന്നെ ഭയങ്കര സന്തോഷം. കർത്താവ് അതുവരെ വരല്ലെന്ന് നമ്മുടെ ആഗ്രഹം, അതും കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയാ. തിരിച്ചുവിട്ടു, നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിട്ടു. നിങ്ങൾ എന്തിനായി 2021 കുറിച്ച് ഇപ്പോഴേ അന്വേഷിക്കുന്നത്? അത് തന്നെ അവിശ്വാസമല്ലേ? അതാത് ദിവസത്തേക്ക് അന്നന്നത്തെ ദോഷം പോരെ അല്ലേ? നാളെക്കുറിച്ച് കലങ്ങുന്നതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നത്? നാളെക്കുറിച്ച് കലങ്ങിയിരിക്കുമ്പോഴല്ലേ ഈ പ്രവാചകൻ വന്നിട്ട് നിനക്ക് വിടുതലുണ്ടെന്ന് പറയുമ്പോൾ ഒരു ആശ്വാസം തോന്നുന്നതുകൊണ്ടാണ്. നേരത്തെ കലക്കം ഉണ്ടായിരുന്നല്ലേ അർത്ഥം? എന്താ കലക്കം? നാളെ എന്ത് സംഭവിക്കുന്നുള്ള ആൻസൈറ്റി. അത് അവിശ്വാസമല്ലേ? നിങ്ങൾ അവിശ്വാസികളാന്ന് ഇവർ പറഞ്ഞില്ലല്ലോ, പറഞ്ഞില്ല. അങ്ങനെയാണ് മനുഷ്യർ നമ്മളെ ചതിക്കുന്നത്. സന്തോഷമായോ? അതുകൊണ്ട് ഇനി ശോധന ചെയ്യണേ, ചതിയിൽ അകപ്പെടുന്നുണ്ടോ. എങ്ങനെ ശോധന ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആരോടും പറയണ്ട, മനസ്സിൽ വെച്ചേരെ, പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ടെക്നിക്കാണ്. ഏതെങ്കിലും ഒരു പ്രസംഗം കഴിഞ്ഞിട്ട് 1 മിനിറ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യണം. ഇങ്ങനെ ഈ ഒരു ചോദ്യം ചോദിച്ചാൽ മതി, അത് ദൈവത്തിന്റെ ആത്മാവിനാണെന്ന് അറിയാൻ വേണ്ടിയായി പ്രസംഗിച്ചത്. മറക്കല്ലേ. കർത്താവിന്റെ അടുത്തേക്കാണോ, അവന്റെ രാജ്യത്തിന്റെ മഹത്വമാണോ എനിക്കിന്ന് മനസ്സിലായത്, അതോ ഈ ലോകത്തിൽ ഇനി എന്തൊക്കെയോ ഉണ്ട് ബാക്കി, കൊറോണ നക്കി തുടച്ച ഈ ലോകത്ത് ഇനി എന്തെങ്കിലും ബാക്കി മോഹിക്കാനുണ്ട് എന്നാണോ ഈ പ്രവാചകൻ അല്ലെങ്കിൽ ശുശ്രൂഷകൻ നിന്നോട് പറഞ്ഞത്? അതോ ഇവിടെ ഒന്നും ഇല്ല മക്കളെ, ഉയരത്തിലേക്ക് നോക്കിയോളാനാണോ? ഇത് രണ്ടും ഒന്ന് ചോദ്യങ്ങൾ, ഈ 2 ചോദ്യങ്ങൾ ഒന്നിച്ചുള്ള ചോദ്യമാണ്. ഒന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ആത്മാവാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. ധൈര്യം ഉണ്ടോ അങ്ങനെ ചോദിക്കാൻ? ഇന്നത്തെ പ്രസംഗങ്ങൾ കേൾക്കും തോറും നമുക്ക് മോഹം ലോകത്തോട് വർദ്ധിക്കുക. കുറച്ചുനാളുടെ ജീവിക്കണം, ഇത് അനുഭവിക്കണം. ദൈവം എനിക്ക് വെച്ചിട്ടുണ്ട് ബ്രദറെ, വെച്ചിട്ടുണ്ട്. ഉണ്ട്. അതൊരു കണ്ണും കണ്ടിട്ടില്ല ബ്രദറെ, ഇല്ല, ഒരു കണ്ണും കണ്ടിട്ടില്ല. എന്താ ഒരു കണ്ണും കാണാത്തത്? അവിടെ പറഞ്ഞിരിക്കുന്നത് അവരത് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ തേജസ്സിന്റെ ക്രിസ്തുവിനെ അവർ ക്രൂശിക്കില്ലായിരുന്നു. ഇന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല കർത്താവ് നമുക്ക് വേണ്ടി എന്താ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന്. അതുകൊണ്ട് ഇത് ഈ ഫൗണ്ടേഷനിൽ പോലും വരാത്തതുകൊണ്ട് ഈ ശിശുക്കളുടെ സ്വഭാവം നമുക്കുള്ളതുകൊണ്ട് എപ്പോഴും അപ്പനോടും അമ്മയോട് എന്തെങ്കിലും ചോദിച്ചുകൊണ്ടിരിക്കും. കുഞ്ഞുങ്ങൾ അങ്ങനെയാ. ഇപ്പൊ ഞാൻ എൻ്റെ അപ്പനോടും അമ്മയോട് അങ്ങനെ കാര്യമായിട്ടൊന്നും ചോദിക്കുന്നില്ല. കുഞ്ഞുങ്ങൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. എന്താ ചോദിച്ചുകൊണ്ടിരിക്കുന്ന അറിയോ? അവരുടെ ബേസിക് ആവശ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ബേസിക് ആവശ്യങ്ങൾ വലിയ നീഡല്ല. ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്. ഇപ്പൊ നമ്മുടെ പ്രാർത്ഥനകളിലല്ല ഈ ബേസിക് ആവശ്യങ്ങൾ.
അതാണ് നമ്മുടെ ഡയറക്ഷൻ. അതൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ ദൈവത്തോട് ചോദിക്കണ്ടേ? തീർച്ചയായിട്ടും ചോദിക്കണം. പക്ഷെ അതിന് വഴിയുണ്ട്, ഞാനത് പറയാം. ഇന്ന് ഞായറാഴ്ചയാണ്. നിങ്ങളിപ്പോൾ എല്ലാവരും ചർച്ചിൽ പോകുന്നില്ല. ചർച്ചിൽ പോകാത്തവർക്ക് വേണ്ടിയാണല്ലോ ഈ മീറ്റിംഗ്. ചർച്ചിൽ പോകുന്നവരാരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ചർച്ചിലോട്ട് പോകും. ഒന്ന് ശ്രദ്ധിച്ചാലേ, എന്തിനാണ് ഈ ആൾക്കാരെല്ലാം കൂടി എഴുന്നേറ്റ് നന്ദി പറയുന്നതെന്ന്? ഞായറാഴ്ചയല്ലേ? ഒന്ന് ശ്രദ്ധിക്കണേ. ഇതൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്. ഞാൻ ഒരു പ്രസംഗമായിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട. ഒന്ന് പരിശോധിക്കണം. എന്താണെന്നറിയോ? എന്തിനാ ഇവര് നന്ദി പറഞ്ഞത്? ഞായറാഴ്ചയല്ലേ? ഇന്ന് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ നിന്നെ നമസ്കരിക്കാൻ ഞങ്ങൾ കൂടി വന്നിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചവട്ടക്കാലം എത്രയോ ആളുകൾ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. എത്രയോ ആളുകൾ ദുഃഖത്തോടായിരിക്കുന്നു. അങ്ങനൊരു പാട്ടുമുണ്ട്. ആ പഴയ പാട്ടുകളിൽ ഞാനൊരു കണ്ടൊരു മിസ്റ്റേക്ക്, ഒരു പാട്ടിൽ കണ്ടൊരു മിസ്റ്റേക്ക് ഇതാണ്. സാധാരണ അങ്ങനെ കാണാറില്ല പഴയ പാട്ടിൽ. ഇന്ന് പകൽ മുഴുവൻ കരുണയോടെ എന്നെ സൂക്ഷിച്ചവനെ എന്നുള്ള പാട്ടിനിടയിൽ ഇങ്ങനൊരു ലൈനുണ്ട്. ഈ ലോകത്ത് അനേകർ ദുഃഖിച്ചിരിക്കുമ്പോൾ നിന്നടിയാന് സുഖം തന്നു, അതിന് വന്ദനം. ഇത് ഭയങ്കര സ്വാർത്ഥതയല്ലേ? നമ്മുടെ മറ്റുള്ളവരെല്ലാം ദുഃഖിച്ചിരിക്കുമ്പോൾ എനിക്ക് മാത്രം സന്തോഷം തന്നതിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഭയങ്കര സെൽഫിഷ് അല്ലേ? സെൽഫിഷ് എന്ന് മാത്രമല്ല, ഒരു ധിക്കാരം കൂടെ അത്. നമ്മൾ ഞായറാഴ്ച രാവിലെ എന്നിട്ട് കർത്താവിന് പറയാം, കർത്താവ് കഴിഞ്ഞ ആഴ്ച കാലം കുറെ പേര് നിന്റെ അടുത്ത് വിളിച്ചുകൊണ്ട് പോയി, എന്നെ നീ വിളിക്കാതെ ഇവിടെ തന്നെ ഇട്ടതിന് എത്ര നന്ദി പറഞ്ഞാലും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എനിക്ക് യാതൊരുവിധ പ്രത്യാശയും ഇല്ല. എന്നെ ഈ ലോകത്ത് ഒരു 5 ദിവസം കൂടെ എക്സ്ട്രാ ജീവിപ്പിച്ചാൽ ഞാൻ എന്തു വേണേലും ചെയ്യാം, എത്ര ദശാംശം വേണേലും ഇടാം, എനിക്കൊരു അങ്ങോട്ട് എന്നെ കൊണ്ടുപോകല്ലേ കർത്താവേ എന്നല്ലേ പറഞ്ഞേ? അങ്ങനെയാ പറഞ്ഞേ. അത് ശരിക്കും ദൈവത്തോടുള്ളൊരു ധിക്കാരം. നമ്മൾ അറിയുന്നില്ല അത്. ഇപ്പൊ ലോകമോഹം എന്ന് പറയുന്നത് കർത്താവിനെതിരാണ്. ഓക്കെ. ഇപ്പൊ ലോകമോഹങ്ങൾ ഉണ്ടാക്കുന്ന പ്രസംഗങ്ങൾ പുൾപിറ്റിൽ നിന്ന് വരുമ്പോഴോ നമ്മൾ വളരില്ല. നമ്മൾ ശിശുക്കളെ പോലെ തന്നെ ഇരിക്കും. എത്ര വർഷം കഴിഞ്ഞാലും കൈകാലിട്ടടിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും. അപ്പന്റെ ഹൃദയം മനസ്സിലാക്കില്ല, അപ്പന്റെ ആഗ്രഹം മനസ്സിലാക്കില്ല, വിശുദ്ധിയിലേക്ക് നോക്കില്ല. ഇതാണ് ആ രണ്ടാമത്തെ തലത്തിലേക്ക് പോകില്ല. അപ്പൊ കുഞ്ഞുങ്ങളായിട്ട് തന്നെ ഇപ്പോഴും ഇരിക്കും. ഇപ്പൊ ശുശ്രൂഷകളെല്ലാം എങ്ങോട്ട് കൊണ്ടുപോകണം? ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരാൻ ഇടയാകും. ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ വരുന്നുണ്ടല്ലേ, എന്നാ പിന്നെ പോട്ടെ. ഇതാണ് എൻ്റെ ഒരു പ്രശ്നം. എനിവേ, ഞാനിപ്പം പ്രസംഗിക്കാൻ പോകുമ്പം ഒരു കാര്യം അന്വേഷിക്കാറുണ്ട്. ഇങ്ങനെ വൻതോതിൽ 40 ദിവസം 100 ദിവസമൊക്കെ മീറ്റിംഗ് നടത്തുന്നവരുണ്ട് ഈ കൊറോണയുടെ സമയത്ത്. നല്ല കാര്യമാണെങ്കിലും അതിനകത്തൊരു വലിയൊരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്നറിയാം? ഈ ഉപദേശത്തിന്റെ പലവിധമായ ഓളങ്ങൾക്കകത്ത് പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ശിശുക്കളെ പോലെ തന്നെ ഇരിക്കും അവസാനം. 100 ദിവസത്തെ ബൈബിൾ സ്റ്റഡി, പിന്നെയും ശിശു. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഹൈ റേഞ്ചില് ജീപ്പുകളാണ് കൂടുതൽ. ഇപ്പൊ കൂടി കുറഞ്ഞു വരുവാണ് ജീപ്പുകളുടെ എണ്ണം. ജീപ്പ് പ്രൊഡക്ഷൻ ഇല്ലല്ലോ. ജീപ്പ് എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ മഹീന്ദ്രയുടെ ആ സാധനം അല്ല, ഒറിജിനൽ ജീപ്പല്ല, കാറുകൾ കുറവാണ്. ഇപ്പൊ ജീപ്പ് പോകുമ്പോൾ ചുറ്റും കരിയിലകൾ ഇങ്ങനെ പറക്കും. അത് കാർ പോകുമ്പോഴുണ്ടെങ്കിലും രണ്ടിനും ഉണ്ട്. ഈ കരിയില പറക്കുമ്പോൾ കരിയിലയുടെ ചിന്ത എന്താണെന്നറിയോ? ഉണർവായി, കിടപ്പായിരുന്നു, കുറെ നാളായിട്ട് മരവിപ്പിൽ ബാധിച്ചിരുന്ന മരവിപ്പിൽ ഞാൻ രക്ഷപ്പെട്ടു, പറന്ന് 1 അടി 2 അടി ഒരു 5 അടി മുമ്പോട്ട് പോയി വീണു. അത് പ്രസംഗം 20-ാം ദിവസം. ഇനി 21-ാമത്തെ ദിവസം വന്നയാള് നേരെ തിരിച്ച് ലോകത്തിലേക്ക്. ആ കരിയില അതുപോലെ അവിടെ നിന്ന് പറന്ന് പഴയ സ്ഥലത്ത് വന്നു. ഇങ്ങനെ എത്ര വർഷം കഴിഞ്ഞാലും ഉപദേശത്തിന്റെ ഒരു കാറ്റിനാൽ അങ്ങോട്ട് പോകുന്ന അതേ സ്പീഡിൽ മറ്റേ കാറ്റിനാൽ ഇങ്ങോട്ട് വന്ന് എത്ര വർഷം കഴിഞ്ഞാലും മുമ്പോട്ട് അരടി വെക്കാൻ പറ്റാത്ത തലം. ഇത് ആണ് ശൈശവ തലം എന്ന് പറയുന്നത്. ദ നെവർ ഗ്രോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മുടെ പ്രാർത്ഥനകൾ ഏതാണ്ട് ഇങ്ങനെയാണ്. എന്റെ മകൻ എന്നോട് ഒന്ന് പറയുക, പപ്പ എനിക്ക് നാളെ ഒരു പേന വാങ്ങിച്ചത് അല്ലുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് തരണം, ഞാൻ കുറച്ചുകൂടെ തീച്ചു. അപ്പൊ ഞാൻ പറയാം തരാം. നീ അതിനെ ചോദിക്കുന്നത്, താൻ തരുമല്ലോ. അല്ല, എന്നാലും ചോദിച്ച് മേടിക്കാന്ന് വിചാരിച്ചാ ഓക്കെ. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ, പപ്പ എന്നാടാ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ്? ഓ, ഞാൻ പറഞ്ഞു ഞാൻ തരാന്ന് പറഞ്ഞല്ലോ, തരുമല്ലോ. ശരി. 15 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ, പപ്പ എന്താടാ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം? ഞാൻ പറയടാ ഞാൻ തരാന്ന് പറഞ്ഞല്ലോ.
ആ ശരി. ഒരു ദിവസം 25 പ്രാവശ്യം. ഞാൻ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ എന്താണ് നീ ഇങ്ങനെ പിന്നെ ചോദിക്കുന്നത്? അതെ, നമ്മളൊരു കാര്യത്തിന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം. അതായത് വീണ്ടും 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 ചോദിച്ചാൽ അത് വലിയ സന്തോഷമാണെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. ശരിക്കും വീണ്ടും വീണ്ടും ചോദിച്ചത് എന്തുകൊണ്ടാ? വിശ്വാസം ഉണ്ടായിട്ടാണോ ഇല്ലാഞ്ഞിട്ടാണോ? വിശ്വാസം ഉണ്ടെങ്കിൽ കിട്ടിയെന്ന് വിശ്വസിച്ചാ പോരെ. പിന്നെ പിന്നെ എന്തിനാ ചോദിക്കുന്നത്? ആ അപ്പൊ നിങ്ങൾ ഈ ഇടവിടാതെ പ്രാർത്ഥിക്കാൻ ബൈബിളിൽ ഉണ്ടല്ലോ എന്ന്. ഉണ്ട്. എന്താ പ്രാർത്ഥിക്കേണ്ടതെന്നറിയോ? ഇടവിടാതെ നമ്മുടെ ഏറ്റവും വലിയ നീഡ് എന്താ? ഇന്ന് ഈ രാവിലെ നിങ്ങളുടെ ഏറ്റവും വലിയ നീഡ് എന്താ? ആഹാരവും വസ്ത്രവും വായു പോലും അല്ല, കർത്താവാണ്. കർത്താവില്ലാതെ നമുക്ക് ഒന്നുമില്ല. ഹീ ഈസ് അവർ ബിഗ്ഗസ്റ്റ് നീഡ്. പ്രാർത്ഥിച്ചു നോക്കി, എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് മതിയാവുകയില്ല, മടുക്കുകയില്ല. കാരണം അവൻ നമ്മിൽ വസിക്കുന്ന പോലെ വേറൊന്നുമില്ല. ശൈശവപ്രായത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും ആഗ്രഹിക്കണുള്ളിൽ, കർത്താവെ നിന്റെ ജീവനാൽ വളർന്നു വരാൻ എന്നെ സഹായിക്കണം, ആ പരിജ്ഞാനത്തിന്റെ തലത്തിലേക്ക് പോകാൻ എന്നെ സഹായിക്കണം. ഹൗ യു വുഡ് ലീവ്, നീ എങ്ങനെ ജീവിക്കുമായിരുന്നു, അതാ ഏറ്റവും വലിയ നീഡ്. ഇപ്പൊ ഞായറാഴ്ച നിങ്ങൾ ശ്രദ്ധിച്ചോളാം, ഞാൻ പറഞ്ഞില്ലേ, രാവിലെ പ്രാർത്ഥിക്കാൻ നേരത്ത് പറയാം, കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം കർത്താവ് ചോദിക്കും, നീ കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം ഓർക്കുന്നുള്ളോ? അല്ല അല്ല കർത്താവേ, കഴിഞ്ഞ ഒരു വർഷക്കാലം പോരാ, ഇത്രത്തോളം എന്ന് പറഞ്ഞ കുഞ്ഞു പ്രായം തൊട്ട് ഇവിടം വരെ, അപ്പൊ കുറെ ആയി. ഓ, അതും പോരാ. പിന്നെ 2000 വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ഞാൻ എൻ്റെ അവസാനത്തുള്ള രക്തം വരെയും തന്ന് എൻ്റെ ശരീരത്തെ കീറി മുറിച്ച് ജീവനുള്ള ഒരു വഴി ഈ തിരശ്ശീല കീറി നിനക്ക് ഉണ്ടാക്കി തന്ന ഓർമ്മയുണ്ടോ? അന്ന് ഞാൻ എൻ്റെ പിതാവിനോട് നിലവിളിച്ച് ചോദിച്ചു, കഴിയുമെങ്കിൽ പാനപാത്രം നീക്കി, എന്നെ കൊണ്ട് ഒട്ടും പറ്റില്ലായിരുന്നു. പക്ഷെ നിന്നെ ഓർത്തപ്പോൾ ഞാൻ വിചാരിച്ചു മരിച്ചേക്കാം. അത്രയും വിലയേറിയ ജീവൻ ഞാൻ നിനക്ക് തന്നതിന് നന്ദി പറഞ്ഞോ? അത് ഞങ്ങൾ കർത്തൃമേശ എടുത്തിട്ട് ഒത്തിരി നാളായി. പക്ഷെ അത് തന്നെയല്ല, അതിനോട് വലിയൊരു നന്ദി തോന്നുന്നില്ല. കാരണം കുഞ്ഞുങ്ങൾക്ക് ജീവൻ കിട്ടിയതിനെ കുറിച്ചൊന്നുമല്ല. ഏതെങ്കിലും ഒരു കൊച്ചെഴുന്നേറ്റ് ഇങ്ങനെ പറയുമോ, എനിക്ക് ഇങ്ങനെ അപ്പന്റെ അമ്മയുടെയും മകനായി ജനിക്കാൻ കഴിഞ്ഞതിന് നന്ദി എന്ന് പറയുമോ? അവന് ഒരു വയസ്സുള്ളപ്പോ 2 വയസ്സുള്ളപ്പോ അങ്ങനെ പറഞ്ഞു കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. അവനവന്റെ ആവശ്യങ്ങൾ മാത്രം അറിയുള്ളൂ. ദിസ് ഈസ് സ്പിരിച്വൽ ചൈൽഡിഷ്നെസ് എന്ന് പറയുന്നത്. ഇവരെ പൗലോസ് വിളിക്കുന്ന ജഡീകന്മാരെന്നാണ്. വീണ്ടും 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 പതുക്കെ പതുക്കെ നമ്മൾ പ്രാർത്ഥിച്ച് ദൈവം തരാനും പറ്റില്ല. ദൈവം തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ വിശ്വസിക്കുന്നത്? ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ മകൻ 1-ാം റാങ്ക് തരണേ, 1-ാം റാങ്ക് തരണേ. കർത്താവിനെ തന്നു എന്ന് വിചാരിച്ചു, പിന്നെ നമ്മൾ അടുത്ത വിഷയം കൊണ്ടുവരും, അടുത്ത വിഷയം കൊണ്ടുവരും, അടുത്ത വിഷയം കൊണ്ടുവരും. നമ്മുടെ വഴി തന്നെ ആ വഴിക്ക് പോകും. പക്ഷെ കർത്താവിന്റെ ആ ഒരു ജീവന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവം ബാക്കിയുള്ളത് തന്നോളൂ. അവന്റെ രാജ്യം നമ്മളിൽ വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, ബാക്കിയുള്ള കർത്താവ് നമുക്ക് തരാതിരിക്കത്തില്ല. കാരണം നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവനറിയാം. നമ്മോട് അവന്റെ രാജ്യം അന്വേഷിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണ് പരിജ്ഞാനത്തിൽ നമ്മൾ പണിയുന്നത്. അടിസ്ഥാനം കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിജ്ഞാനം. അവിടെ പറയുന്ന ക്രിസ്തു എന്ന തലയോളം വളരുന്ന. അപ്പൊ ഈ 2 തലത്തിലുള്ള ലൈഫുണ്ട്. പക്ഷെ വിശ്വാസത്തിന്റെ പരിശോധന വരുമ്പം നമ്മൾ പലപ്പോഴും ഫെയിലായി പോകുന്നത് നമ്മൾ ഈ പരിജ്ഞാനത്തിന്റെ തലത്തിൽ ജീവിക്കുന്നതിന് പകരം പിന്നെയും ഈ ലോകത്തിലെ ഡെലിവറൻസ് മാത്രം നോക്കി ജീവിക്കുന്നുണ്ട്. ഓക്കെ, ഇനി 3-ാമത്തെ വാക്യം കൂടി എടുക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായം 6-ാം അധ്യായത്തിന്റെ 5-ാം അധ്യായത്തോട്ട് വായിക്കാം. 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം മുതൽ വായിക്കാം. 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം മുതൽ ഇടയ്ക്കിടയ്ക്ക് ഉള്ള വാക്യങ്ങൾ വായിക്കാം. സമയം അധികം ഇല്ലാത്തതുകൊണ്ട്. സമയം നിങ്ങൾക്കല്ല കേട്ടോ ഇല്ലാത്തത്. ഇത് കഴിഞ്ഞ ഉടനെ ഞങ്ങളുടെ ചർച്ച് സർവീസ് തുടങ്ങുക. അത് മാത്രമല്ല, ഞാൻ ഇന്ന് നേരം വെളുത്തിട്ടില്ല, ഈ പുതിയ ദിവസം പാതിരാത്രി മുതൽ ഇത് 3-ാമത്തെ സർവീസാണ്. ഇനി 3 കൂടെ ഉണ്ട്. പാതിരാത്രി 12 മണിക്കായിരുന്നു UK ഒരു ചർച്ചയോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. രാവിലെ 5 മണിക്ക് അമേരിക്കയിലുള്ള ചർച്ചയുമായിട്ട് സംസാരിച്ചു. അപ്പൊ ശരിക്കും പറഞ്ഞ ഇതിനിടയിൽ 4:30 എഴുന്നേറ്റും 1:30 കിടന്നു. അങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റ്. അപ്പം ശരിക്കും ഇനി ഇത് കഴിഞ്ഞ ഉടനെ, അപ്പൊ അതുകൊണ്ട് എനിക്കാ സമയമില്ലാത്തത്, നിങ്ങളുടെ സമയമല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് സമയമില്ലെന്ന് ഞാൻ പറഞ്ഞു. സോ സ്റ്റോപ്പ് വെരി ഫാസ്റ്റ്, എക്സാക്ട്ലി 9:30 നിർത്തും. ഓക്കെ, 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം.
എന്താ പറയുന്നത് നോക്കി, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട്. ഇതിനെക്കുറിച്ച് ഈ പരിജ്ഞാനത്തിന്റെ കാര്യം പറഞ്ഞു വരുന്നത്, മൽക്കീസേദെക്കിന്റെ കാര്യം, അത് വിശദീകരിക്കാൻ കുറെ സമയം എടുക്കാം. പക്ഷെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഇവയെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ടെങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്ദ്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരാൻ പറ്റില്ല. പറയാം, തെളിയിക്കാൻ പറ്റില്ല. ഇപ്പൊ പൗലോസ് ഇത് എഴുതിയെന്ന് നമ്മളങ്ങ് വിശ്വസിക്കുക, അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും പൗലോസ് വരെ പറയാണ് തെളിയിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഇത് തെളിയിക്കാൻ ബുദ്ധിയുള്ളവരെ അല്ല വേണ്ടത്, ഇത് മനസ്സിലാക്കുന്ന ബുദ്ധിയുള്ളവരല്ല. പിന്നെ ആർക്കാ ഇത് തെളിയിക്കാൻ പറ്റുള്ളൂ? ചെവിയുള്ളവർക്കാ. കർത്താവ് അതാ പറഞ്ഞത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. കാരണം ഈ കർത്താവ് പറയുന്ന ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കാൻ ഒരു വരവും ചെവിയുടെ ഒരു തുറക്കലും ഉണ്ടാകണം. അതുണ്ടായില്ലെങ്കിൽ, അതെന്തുകൊണ്ട് ഉണ്ടാകാത്തെന്ന് അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ശിശുക്കളോട് എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റും? നിങ്ങൾ ശിശുക്കളോട് സംസാരിക്കുന്ന ഭാഷ എന്താ? ആ ഭാഷ എന്നോട് സംസാരിക്കുമോ നിങ്ങൾ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അപ്പൊ ശിശു ആയി കഴിയുമ്പം ഈ ശിശുക്കളുടെ അവസ്ഥയെക്കുറിച്ച് 1 കൊരിന്ത്യർ ലേഖനം 13 ശിശു ആയിരിക്കും, ഞാൻ ശിശുവിനെ പോലെ ചിന്തിച്ചു. പ്രായമായപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ശിശുവിനുള്ളത് തിരിച്ചു കളഞ്ഞു. ആദ്യമൊക്കെ എനിക്ക് അത്ഭുതങ്ങളും കൃപാവരങ്ങളും ഇല്ലെങ്കിൽ എനിക്ക് കർത്താവിനെ അറിയാൻ പറ്റില്ലായിരുന്നു. പക്ഷെ പിന്നെ പിന്നെ എനിക്ക് ഇതൊന്നും ഇല്ലാതെ തന്നെ, ഒരു കാഴ്ചയും ഇല്ലാതെ തന്നെ വാഗ്ദത്തങ്ങളിൽ മാത്രം വിശ്വസിച്ച് അവന്റെ ജീവനിലേക്ക് പ്രവേശിക്കാൻ കഴിയും. പ്രായമാവും തോറും, ക്രിസ്തുവിൽ മെച്യൂർ ആകും തോറും, മെച്യൂർ ആയില്ലെങ്കിൽ നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങളെ പോലെ വലിയ കാര്യങ്ങളൊന്നും കേൾക്കാൻ നമുക്ക് പറ്റത്തില്ല. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ മാത്രം, തിന്നാനുള്ളതും കുടിക്കാനുള്ളതും നടക്കാനുള്ളതും ഇരിക്കാനുള്ളതും അതൊക്കെ മതി. ദർ ഇസ് നോ പരിജ്ഞാനം. അപ്പൊ ഇവരെ പൗലോസ് വിളിക്കുന്ന ശിശുക്കളെന്ന്. നേരത്തെ 1 കൊരിന്ത്യർ ലേഖനം പോലെ തന്നെയുള്ള ഒരു ഭാഗമാണ് എബ്രായർ 5:11 വാക്യങ്ങൾ. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ കേൾപ്പാൻ മാന്ദ്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരാൻ പറ്റില്ല. വേണമെങ്കിൽ പറയാം, പക്ഷെ തെളിയിക്കാൻ പറ്റില്ല. കാരണം തെളിയിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ട് മിണ്ടാൻ പറ്റത്തില്ല, കാരണം ശിശുക്കൾക്ക് ഇത് വെളിപ്പെടില്ല. അടുത്ത വാക്യം, കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടത് നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. ഇതെന്താണ് ഈ എല്ലാവരും കൂടെ ഉപദേഷ്ടാക്കന്മാരായി കഴിഞ്ഞാൽ പിന്നെ ആരായിരിക്കും പ്രസംഗം കേൾക്കാനുള്ളത്? ഇങ്ങോട്ട് നോക്കട്ടെ, സ്ക്രീന് 34 സ്ക്രീനുണ്ട്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഉപദേഷ്ടാക്കന്മാരായി കഴിഞ്ഞാൽ ആര് കേൾക്കും? കേൾക്കാൻ കുറച്ച് ആൾക്കാർ വേണ്ടേ, അല്ലേ? ഇവിടെ പറയുന്നത്, കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടെന്ന് നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കും. അപ്പോ വീണ്ടും വീണ്ടും നിങ്ങൾ ഉപദേശിക്കപ്പെടേണ്ടി വരുന്നുണ്ടോ? അതിനർത്ഥം നിങ്ങൾ ശിശുക്കളാണ്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായി മാറേണ്ടതായിരുന്നു. ഇതെന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം? ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞില്ല, 2 തലത്തിലാണ് ക്രിസ്ത്യ ജീവിതം ജീവിക്കുന്നതെന്നും അപ്പോസ്തലന്മാർ എപ്പോഴും അതിന്റെ ഫൗണ്ടേഷൻ മാത്രമേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞില്ലേ? ഇതിന്റെ 2ാമത്തെ തലം പരിജ്ഞാനത്തിന്റെ തലമാണ്. അത് എനിക്ക് പഠിപ്പിക്കാൻ പറ്റിയല്ല നിങ്ങളെ. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ഒത്തിരി വായിക്കുന്ന ഒരാളായിരുന്നു. വായന എന്ന് പറഞ്ഞാൽ ഐ വാസ് ക്രേസി അബൌട്ട് റീഡിങ് ബുക്സ്. ഒരു ഭ്രാന്ത് പോലായിരുന്നു. പട്ടിണി കിടന്ന് ആ പൈസ സമ്പാദിച്ച് ഞാൻ പുസ്തകം വാങ്ങിച്ചിട്ടുണ്ട്. രാത്രി ഉറങ്ങുമ്പം 1 മണി 2 മണി വരെ പുസ്തകങ്ങൾ ഏതെങ്കിലും എൻ്റെ കൈ കാണണം. അങ്ങനെയായിരുന്നു എൻ്റെ ചെറുപ്പകാലം. 7ാം ക്ലാസ്സിൽ വെച്ച് തുടങ്ങിയതാ വായന. എവിടെയെങ്കിലും, ഇന്നലെ ഞാൻ കാർ ഓടിച്ചുകൊണ്ട് പോകുന്നപ്പം എറണാകുളത്ത് പഴയ ബുക്സ് ഇരിക്കുന്നവർ കൂട്ടിയിട്ടിരിക്കുന്നു. എനിക്ക് പണ്ടത്തെ ഓർമ്മ വന്നു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഈ പഴയ പുസ്തക മാർക്കറ്റ് അന്വേഷിച്ച് പുസ്തകങ്ങൾ വായിക്കാനുള്ള ഭ്രാന്ത് കാരണം എറണാകുളത്തോടെ, കോട്ടയത്ത് നിന്ന് ട്രെയിൻ വിളിച്ച് എറണാകുളത്ത് വന്ന് പുസ്തകം അന്വേഷിച്ച് വന്ന് ഓർമ്മ വന്നു. അങ്ങനെ 2011 കർത്താവ് എന്നോട് പറഞ്ഞു, മേലാൽ ഞാൻ പറയുന്നവരെ ഒരു പുസ്തകം വായിക്കണ്ട, നിർത്തിക്കൂ. എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുമോ ഒരു പുസ്തകം വായിക്കരുത്? പറയാൻ പറ്റില്ല. അത് കർത്താവ് എന്നോട് മാത്രം പറഞ്ഞ കാര്യമാണ്.
നിങ്ങളോട് ചിലപ്പോൾ പറയുന്നത് ഈ പുസ്തകം വായിക്കുന്നതായിരിക്കും. അതൊക്കെ നമ്മൾ ക്രിസ്തുവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പം ദൈവം നമ്മളെ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് ദൈവത്തിന്റെ അജണ്ടയുണ്ട്. ആ അജണ്ടയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിനാണ് ഇതെല്ലാം. അപ്പൊ ഒരാൾക്ക് ഉള്ള പറയുന്നതല്ല വേറെ ആളുടെ പറയാം. ഒരു എക്സാമ്പിളിൽ പറയാം. ഇത് കുറച്ചുകൂടെ ജനറിക്കാണ്. ഞങ്ങളുടെ ചർച്ചയിൽ ഒരു അങ്കിളുണ്ട്. ഈ അങ്കിളിന് കുറച്ച് സ്ഥലമുണ്ട് കോട്ടയത്തിനടുത്ത്. ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നാരോ സ്ട്രിപ്പാണ്. ഒരു വീട് പണിയാൻ കഷ്ടിച്ചുള്ള പ്ലേസേ ഉള്ളൂ. നാരോ ആണ്, വൈഡ് അല്ല, വീതിയില്ല. അപ്പോൾ ഈ നാരോ ആയതുകൊണ്ട് ഇതിന് ഇപ്പുറത്തുള്ള ആൾക്കാർ പതുക്കെ പതുക്കെ അതിര് മാന്തുന്നുണ്ട്. കാരണം മാന്തി കഴിഞ്ഞാൽ അതും കൂടെ കിട്ടും പുള്ളി എന്ന് വിചാരിച്ചിട്ടാ. കേസൊക്കെ ആയിട്ട് കിടക്കുക. അപ്പൊ ഇദ്ദേഹം എന്നോട് ചോദിച്ചു, പാസ്റ്ററെ, ഒരുത്തൻ നിന്റെ ഉടുപ്പ് ചോദിച്ചാൽ പുതുപ്പും കൂടെ കൊടുക്കണമെന്നാണല്ലോ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഈ സ്ഥലം ഞാൻ അങ്ങ് കൊടുത്തേക്കട്ടെ, പൊക്കോ എടുത്തോ എന്നവണ്ട് പറയട്ടെ എന്ന് ചോദിച്ചു. ഞാൻ എന്താ പറയണ്ടേ? ആ പറഞ്ഞേക്ക് ബ്രദർ, അങ്കിൾ, അങ്ങനെ പറഞ്ഞേക്ക്, എടുത്തോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആഴ്ച കഴിയുമ്പം പുള്ളി തിരിച്ചു ചിന്തിക്കും, ഓ, ആ പാസ്റ്ററോട് ചോദിക്കാൻ പോയതിനാണ് എന്റെ ദൈവമേ, എന്റെ സ്ഥലം പോയി എന്ന് പറയും. അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. പണ്ട് അങ്ങനെ അബദ്ധങ്ങൾ എനിക്ക് പറ്റുമായിരുന്നു. അങ്ങനെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഓങ്കോളിൽ ഇരിക്കുമ്പോൾ ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്നിട്ട്, ആന്ധ്രയില് ഹോങ്കോങ് എന്ന് കേൾക്കരുത് കേട്ടോ, ഓങ്കോളാണ് ആന്ധ്രയിലെ സ്ഥലം. അവിടെ ഇരിക്കുമ്പോൾ ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചേസ് ബ്രദറെ, എന്റെ കയ്യിൽ, എന്റെ ബാങ്കിൽ ഒരു 5000 രൂപ കിടപ്പുണ്ട്. 5000 കേട്ടോ. നിങ്ങളൊക്കെ ജീവിക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കുറ്റബോധം തോന്നുന്നു. ഞാൻ ഈ 5000 രൂപ തന്നേക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തന്നേക്കാൻ പറഞ്ഞു. അയാൾ അപ്പൊ തന്നെ ATM പോയി, അപ്പൊ തന്നെ 5000 രൂപ, ആകെ 5000 രൂപ ഉള്ളൂ. പുള്ളിയുടെ കല്യാണത്തിന് ആരോ ഗിഫ്റ്റ് കൊടുത്ത് ബാക്കിയിരുന്ന. ഞാൻ ഈ 5000 രൂപ മേടിച്ച് ഈ വില്ലേജിൽ വർക്ക് ചെയ്യുന്ന വേറൊരു സഹോദരന് 5000 രൂപ കൊടുത്തു. കാരണം ഒരു നയ പൈസ ഇല്ലാതെ പുള്ളി കറങ്ങിയിരിക്കാതെ. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഒരു പൈസ പോലും എൻ്റെ കയ്യിലില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവരുടെ വീട്ടില് 6000 രൂപയുടെ ആവശ്യം വന്നു, ഈ തന്നയാളുടെ വീട്ടിൽ. അപ്പൊ ഭാര്യ പറഞ്ഞു, ഈ ചേസിന്റെ വാക്കും കേട്ട് കയ്യിലിരുന്ന പൈസ മുഴുവൻ കൊണ്ടേ കളഞ്ഞ്, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? 6000 രൂപ എവിടെ നിന്നുണ്ടാക്കും? ഞാൻ എന്ത് മറുപടി പറയും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഞാൻ പ്രതിയായി. അന്നൊരു പാഠം ഞാൻ പഠിച്ചു. ഉപദേശിക്കാൻ ഫൗണ്ടേഷൻസ് മാത്രമേ പറ്റുള്ളൂ. പരിജ്ഞാനം അവരവര് പോണം. പക്ഷെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, എന്റെ കർത്താവെ, എന്നെ ഇതിനകത്ത് രക്ഷിക്കണേ. ഒരു കുഴപ്പമില്ല കേട്ടോ ആ സഹോദരന്, പക്ഷെ വീട്ടിൽ സമാധാനം നഷ്ടപ്പെട്ടു. കർത്താവ് എനിക്ക് 6000 രൂപ വന്നു, കൃത്യം 6000 രൂപ. ആ 6000 രൂപ അപ്പൊ തന്നെ പുള്ളിയെ കൊണ്ട് കൊടുത്തിട്ട് 6000 രൂപയുടെ ആവശ്യം നിറവേറ്റാൻ പറഞ്ഞു. പുള്ളിക്ക് അതൊരു ഭയങ്കര ആശ്വാസമായിരുന്നു. ഇനി പുള്ളി കൊടുക്കാൻ പേടിക്കുമോ എന്നൊരു പേടി എനിക്കുണ്ട്. അപ്പൊ ഇത് എനിക്ക് പറയാൻ പറ്റില്ല. അതൊരു ഈ സഹോദരൻ, ഈ അങ്കിളിനോട് ഞാൻ പറഞ്ഞു, അങ്കിളെ, ദൈവത്തിന്റെ ആത്മാവ് എന്താ അങ്കിളിനോട് പറയുന്നത് പോലെ ചെയ്യാൻ പറ്റും. പരിജ്ഞാനത്തിന്റെ തലമല്ലേ, ഉപദേശിക്കാൻ ആവശ്യമില്ല. ഈ പുതിയ നിയമത്തിന്റെ ഒരു ലക്ഷ്യം തന്നെ അതാണ്. നമ്മൾ പരിജ്ഞാനത്തിന്റെ തലത്തിലേക്ക് പോകണമെന്നും നിങ്ങളെ ഉപദേശിക്കാൻ ഇനി ആരും ആവശ്യമില്ലെന്നും നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകം ഉണ്ടെന്നും അഭിഷേകം നിങ്ങളെ പഠിപ്പിക്കുമെന്നാണ്. യോഹന്നാന്റെ ലേഖനം ആകുമ്പോഴേക്കും അങ്ങനെ ആയി. പരിജ്ഞാനത്തിന്റെ തലം ലേഖനം തീരാറാവുകയാണല്ലേ, പിന്നെ ആകെ യൂദായുടെ ലേഖനം ഉള്ളൂ. അപ്പൊ യോഹന്നാന്റെ ലേഖനം ആയപ്പോഴേക്കും നിങ്ങളെ ആരും ഉപദേശിക്കേണ്ട ആവശ്യമില്ല. അഭിഷേകം നിങ്ങളുടെ മേലുണ്ടല്ലോ, അഭിഷേകം നിങ്ങളെ പഠിപ്പിക്കും, ക്രിസ്തുവിന്റെ ജീവൻ നിങ്ങളിൽ വ്യാപരിക്കും, പരിജ്ഞാനത്തിൽ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരായിത്തീരും. അതൊക്കെ അവിടെ വരുന്നത്. അപ്പൊ ഈ അങ്കിള് പറഞ്ഞു, പാസ്റ്ററെ, അത് വിട്ടുകളഞ്ഞേക്കാൻ എന്റെ മനസ്സ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിന്നെ ഒരു പേടി തോന്നി. കാരണം വിട്ടുകളയാൻ ചിലപ്പോൾ ഇമോഷണലായിട്ട് തോന്നിയിട്ട് നാളെ ചിലപ്പോൾ റിഗ്രറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ചോദിച്ചു, ആ മനുഷ്യൻ, നമ്മൾ പലപ്പോഴും ഇങ്ങനെ ജഡത്തിൽ പല തീരുമാനങ്ങൾ എടുക്കുമല്ലോ, അത് പിന്നീട് അതിനെക്കുറിച്ച് ഓർത്ത് അനുദപിക്കും, വേണ്ടായിരുന്നു ചിന്തിക്കും. അതുകൊണ്ട് ഒന്ന് പരിശോധിച്ച് നോക്കാം, ഇത് ആത്മാവിൽ നിന്ന് വരുന്നത് തന്നെയാണോ ഈ ഒരു ഇൻസ്പിരേഷൻ. അപ്പൊ പുള്ളി ചോദിച്ചു, എങ്ങനെയാ പരിശോധിക്കും? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അതിര് മാന്തുന്ന ആൾക്കാണല്ലോ ഇത് കൊടുക്കാൻ പോകുന്നത്. അതെ. ആ അതിര് മാന്തുന്ന അയാളുടെ മുഖം ഒന്ന് സങ്കല്പിച്ചേ, എന്നിട്ട് അയാൾക്ക് ഇത് കൊടുക്കുന്നതായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കി. എന്താ മനസ്സിൽ കൂടെ പോകുന്നത്? നീ ഇതും കൊണ്ട് നന്നാവുകയാണെങ്കിൽ നന്നാവ്, നീ കുറെ നാളായല്ലോ മാന്താൻ തുടങ്ങിയിട്ട്. അങ്ങനെയാണോ തോന്നുന്നത്? എന്നാൽ അത് ആത്മാവിൽ നിന്നല്ല. ഇനി നിനക്ക് ആവശ്യമല്ലേ, എടുത്തോ, എനിക്കിതിന്റെ ആവശ്യമില്ല.
സന്തോഷമായിട്ട് സ്നേഹമായിട്ട് കൊടുക്കുവാണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത്? ആ മനുഷ്യനോട് സ്നേഹമുണ്ടോ? അതിന് മാന്തി ആളോട്? പുള്ളി പറഞ്ഞു, സത്യം പറയാമല്ലോ പാസ്റ്ററെ, ഞാൻ ചിന്തിച്ചത് പുള്ളിയെക്കുറിച്ച് സ്നേഹമായിട്ട് തന്നെയാണ്. എനിക്ക് വയസ്സായി, ഇനിയിപ്പോൾ ഇതില്ലേലും കുഴപ്പമില്ല, എൻ്റെ മക്കളും വിശ്വാസികളാണ്, എനിക്ക് ജീവിക്കാൻ ഒരു വീടുണ്ട്, എന്നാൽ പിന്നെ അത് അവനങ്ങ് എടുത്തോട്ടെ എന്ന് തന്നെയാണ് ഞാൻ ചിന്തിച്ചതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ എന്നോട് ചോദിക്കേണ്ട കാര്യം പോലും ഇല്ല, കാരണം ദ ഹോളി സ്പിരിറ്റ് ഹാസ് ഇൻസ്ട്രക്റ്റഡ് ഹിം വാട്ട് ടു ഡു. ആ സ്ഥലം കിട്ടാൻ വേണ്ടി പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നതാണോ നിത്യതയിലേക്കുള്ള സമ്പാദ്യം? ആ സ്ഥലം പോയാൽ പോകട്ടെ, കർത്താവിന്റെ ജീവനാണ് എനിക്ക് പ്രധാനം എന്ന് പറയുന്നതാണോ നിത്യതയിലെ സമ്പത്ത്? ഏതാ കുഞ്ഞിന്റെ സ്വഭാവം? ഏതാ വലിയയാളുടെ സ്വഭാവം? ഏതാ പരിജ്ഞാനം? അദ്ദേഹം വളരെ പ്രാർത്ഥനാ ഗിഫ്റ്റ് ഉള്ള ഒരാളാണ് മനുഷ്യൻ. ഞങ്ങളുടെ ചർച്ചിന് ഒരു പ്രെയർ മിനിസ്ട്രി ഉണ്ട്. ആ പ്രെയർ മിനിസ്ട്രി ആ സഹോദരങ്ങളൊക്കെ കൂടിയാണ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഓരോരുത്തരെയും നടത്തുന്ന വഴികൾ വ്യത്യാസമുണ്ട്. ഇപ്പൊ നിങ്ങളോട് പറയാൻ പറ്റും, എനിക്ക് പ്രസംഗിക്കാൻ പറ്റും, നിങ്ങളുടെ സ്ഥലം അതിന് വന്നവർ കൊടുക്കണമെന്നോ, നിങ്ങളുടേതായിരിക്കില്ല ദൈവം ആവശ്യപ്പെടും. ഡിഫറെന്റ് ഫോർ എവരി വൺ. പക്ഷെ ശിശുക്കളായിരിക്കുമ്പോൾ നമുക്ക് ആത്മാവിന്റെ നഡ്ജിങ്സ് മനസ്സിലാവില്ല, കേൾക്കില്ല. അതുകൊണ്ട് ഇവിടെ പൗലോസ് പറയാണ്, 6-ാം അധ്യായത്തിൽ പറയാണ്, 6-ാം അധ്യായം 1-ാം വാക്യവും 2-ാം വാക്യവും ഇങ്ങനെയാണ്: അതുകൊണ്ട് നിർജ്ജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ. കണ്ടോ, അടിസ്ഥാനം വീണു, അത് പിന്നെ ഇടാതെ, നിങ്ങൾ പിന്നെയും പിന്നെ കുഞ്ഞുങ്ങളായിരിക്കാതെ ഉപദേഷ്ടാക്കന്മാരാകും. എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും അല്ലെ ഉപദേഷ്ടാവാണെങ്കിൽ. ഇപ്പൊ ഈ മനുഷ്യൻ എന്നെ പഠിപ്പിച്ചു കുറെ കാര്യങ്ങൾ, അതുപോലെ എന്നെ പഠിപ്പിച്ച ഒത്തിരി ആൾക്കാർ. ഓക്കെ, അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ ഉത്സാഹിക്കാം. ബി പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്, അതിനുവേണ്ടി ഉത്സാഹിക്കാം. പ്രാർത്ഥന അങ്ങോട്ട് മാറണം, ഷിഫ്റ്റ് ആവും. കർത്താവേ, നിന്റെ ജീവനിലേക്ക് നടക്കാൻ, അതിന്റെ റിസോഴ്സസ് അനുഭവിക്കുവാൻ നീ എന്നെ സഹായിക്കണം. നിന്നെയാണ് എനിക്ക് വേണ്ടത്, ലോകത്തെ അല്ല. ഞാൻ നിന്റെ പിന്നാലെ വരുന്നത് ലോകത്തിൽ നിന്ന് എന്തെങ്കിലും നീ എനിക്ക് മേടിച്ചു വരുമെന്ന് വിചാരിച്ചിട്ടല്ല, നിന്റെ മുഖം കാണാൻ വേണ്ടിയാണ്, നിന്റെ തേജസ് അനുഭവിക്കാൻ വേണ്ടി. നിന്നോടാണ് എനിക്കിഷ്ടം. നീ എന്നെയല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? നീ എനിക്ക് വേണ്ടിയല്ലേ നിന്റെ സ്വമ്പത്തെല്ലാം വിട്ടുകളഞ്ഞ്? അതുപോലെ കർത്താവ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഐ ലവ് യു മോർ ദാൻ എനിത്തിങ് എൽസ് ഇൻ ദിസ് വേൾഡ് എന്ന് കർത്താവിനോട് നമ്മൾ പറയുന്നതാണ് ശരിക്കുള്ള ഫെയ്ത്ത് എന്ന് പറയുന്നത്, പരിജ്ഞാനം എന്ന് പറയുന്നത്. ആ സ്നേഹത്തിൽ വർദ്ധിച്ചു വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആ ഒരു ജ്ഞാനത്തിൽ കർത്താവിന്റെ ജീവൻ നമ്മളിൽ വ്യാപരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു, വിശ്വാസമാകുന്ന പാറമേൽ ഞങ്ങളെ നിർത്തി, ക്രിസ്തുവാകുന്ന പാറമേൽ ഞങ്ങളെ നിർത്തി വിശ്വാസത്താൽ. കർത്താവ്, ഇനി ഞങ്ങൾ അങ്ങയിലേക്ക് നോക്കാൻ പഠിപ്പിക്കണമേ. അങ്ങയെ ആഗ്രഹിക്കാൻ ഞങ്ങളുടെ ഉള്ളിൽ ആത്മാവ് ഞങ്ങളെ നിർബന്ധിക്കണം. അങ്ങയുടെ മഹത്വം ഞങ്ങളിവിടെ വെളിപ്പെടുത്തണമേ. അങ്ങല്ലാതെ ഞങ്ങൾക്ക് ഈ ലോകത്ത് ആഗ്രഹിക്കാവുന്നത് ഒന്നുമില്ല എന്ന് ആത്മാവ് ഞങ്ങളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കണമേ. നന്ദിയോടെ സ്തോത്രം, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.